ഉപ്പിലിട്ട് ഇളക്കി വെച്ചേക്കണതാണ് മാങ്ങയിൽ എണ്ണയില്ലാതെ പൂപ്പിൽ കയറാതെ എങ്ങനെ ഇടാമെന്നാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ പൂപ്പിൽ കയറാതെ ഇടാൻ ഇതിനകത്ത് ഇത് ഉലുവ, ഇത് ഉപ്പ്, ഇത് കടുക് പൊടിച്ചത്, ഇനി മുളക് പൊടി. അപ്പോൾ ഇത് ഉപ്പിട്ട് വച്ചേക്കണ മാങ്ങയാണ്. ഈ ഉപ്പിട്ട് വച്ചേക്കണ മാങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. പോരെ, മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് ഇതിലെ വെള്ളം ഉപ്പിട്ടിപ്പോൾ മാങ്ങയിൽ നിന്ന് വന്ന് മാങ്ങയിലെ വെള്ളം തന്നെയാണ്, വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം നമുക്ക് കായമൊന്നും ചേർക്കണ്ട. മാങ്ങ കറി ഇടുന്നതിനകത്ത് നമ്മളിത് ഉലുവ, ഇതിന് ചേരാനുള്ള ഉലുവാപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. ഉലുവാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുപ്പിയിലേക്കാക്കാം. കുപ്പിയിൽ മാങ്ങ 1-2 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഇനി ബാക്കിയുള്ള വെള്ളവും കൂടെയും കൂടി പൊങ്ങി വരും. എന്നിട്ട് നമ്മൾ ഇനി മാങ്ങ ഇത് പൂക്കാതിരിക്കാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പുപൊടി, ഒരു നുള്ള് ഇത് കടുക് പൊടിച്ചതാണ്, കടുക് പൊടിച്ച പൊടി. ഈ ഉപ്പും ഈ കടുക് പൊടിച്ച പൊടിയും കൂടെയും നമ്മൾ ചേർത്തിട്ട് ഈ മാങ്ങയുടെ മുകളിൽ അങ്ങ് വിതറണം. ആ മാങ്ങയുടെ മുകളിൽ ഇപ്പോൾ ഉപ്പ് പൊടിയും കടുകിൻ്റെ പൊടിയും കൂടിയാണ് വിതറിയേക്കണത്. ഇനി മാങ്ങ നമ്മൾ അടച്ച്